RJD നിൽക്കുന്നത്. കോൺഗ്രസ് ഏറെ പിന്നിൽ പോയിരിക്കുന്നു. ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് പോലും കോൺഗ്രസിനെ ഇപ്പോഴും കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം പകുതിയോളം സീറ്റുകളിലെ ഫലസൂചനകൾ, പോസ്റ്റൽ വോട്ടിൻ്റെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ അവിടെ വ്യക്തമായ ആധിപത്യത്തോടുകൂടി തന്നെ NDAയുടെ വലിയൊരു തേരോട്ടം തന്നെയാണ് നടക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിയായി BJPയും JDUവും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറി മാറി നിൽക്കുന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സീറ്റിന് JDU മുന്നിൽ പോവുകയാണെങ്കിൽ തൊട്ട് പിന്നാലെ BJP ഒരു സീറ്റിന് മുന്നിൽ പോകുന്നു. അതിന് തൊട്ട് പിന്നിൽ തന്നെയുണ്ട് RJD. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം, മഹാഗഠബന്ധനിലെ പ്രധാനപ്പെട്ട വിഷയം, RJDക്കൊപ്പം നിൽക്കാൻ ഒരു സെക്കൻഡ് ലെയർ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത് നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് 9 സീറ്റുകൾ മാത്രമാണ് നിലവിൽ മുന്നേറാൻ കഴിയുന്നത്. മറ്റൊന്ന് ഇടതു പാർട്ടികളാണ്. ഇടതു പാർട്ടികൾ കഴിഞ്ഞ തവണ ഇടതു പാർട്ടികൾ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് CPI-ML ലിബറേഷനാണ്. CPI-ML ലിബറേഷൻ 12 സീറ്റുകൾ നേടിയതാണ്. ആ പാർട്ടിക്ക് ഇപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. CPIക്ക് ഒരു സീറ്റിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. CPM കഴിഞ്ഞ തവണ നിലനിർത്തിയ 2 സിറ്റിംഗ് സീറ്റുകളിലും അജയ്കുമാർ അടക്കം ഇപ്പോൾ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളാണ്. അപ്പോഴും പറയുന്നു, ഇത് പോസ്റ്റൽ വോട്ടുകളാണ്. ഏതു സമയവും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം വരുമ്പോൾ ചിലപ്പോൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ഹരിയാനയിലടക്കം നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ വലിയ ലീഡിലേക്ക് കോൺഗ്രസ് പോവുകയും വ്യക്തമായ മെജോറിറ്റിയിലേക്ക് കോൺഗ്രസ് പോവുകയും ഒടുവിൽ BJP അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഇനിയും മാറി മറിയാനുള്ള സാധ്യതകൾ അപ്പോഴും നിലനിൽക്കുന്നു. മഹാഗഠബന്ധൻ്റെ, RJDയുടെ, കോൺഗ്രസിൻ്റെ, CPI-MLന്റെ, CPIയുടെ, CPMന്റെ, VIPയുടെ ഒക്കെ പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുകയും കൂടിയാണ്. മഞ്ജുഷ്, ഇവിടെ JDU അവരുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ്